തൽക്കാലം പാർട്ടിക്ക് വഴങ്ങി പി.വി. അൻവർ. അതേസമയം തന്നെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയോടുള്ള അനിഷ്ടവും തുറന്നു കാണിക്കുകയാണ് അൻവർ. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം അൻവർ നീക്കം ചെയ്തു. ഇതോടെ പാർട്ടിയോടും മുഖ്യമന്ത്രിയോടുമുള്ള അതൃപ്തി വളരെ പരസ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് തൽക്കാലം പാർട്ടിക്ക് വഴങ്ങാനുള്ള ഒരു തീരുമാനമാണ് എങ്കിൽ കൂടിയും ഈ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള തൻ്റെ പോരാട്ടം തുടരുമെന്ന് അൻവർ ഉറപ്പിച്ചു പറയാണ്. താൻ അണികൾക്കൊപ്പമാണ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കവർ ഫോട്ടോ മാറിയതിലൂടെ ഉറപ്പിച്ച് അൻവർ പറയുന്നു. എന്താണ് അൻവറിൻ്റെ തന്ത്രമിനി? സ്വപ്ന, ഏതായാലും തൽക്കാലം പരസ്യ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് അൻവർ തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ തീരുമാനിക്കുമ്പോഴും ഈ ആരോപണങ്ങളിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു തെല്ലും കുറ്റബോധമില്ല എന്നുള്ളതാണ് പി.വി. അൻവർ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ആരെയും കണ്ടല്ല ഈ പണിക്ക് ഇറങ്ങിയത്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. മാത്രമല്ല, ആര് വിചാരിച്ചാലും തന്നെ തടയാനാകില്ല. പ്രവർത്തകർക്കറിയാം എന്തിനാണ് താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതേ നിലപാടിൽ പി.വി. അൻവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ആരോപണം ഉയർന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം പി.വി. അൻവറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരസ്യമായി തന്നെ അൻവറിനെ തള്ളിപ്പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി തന്നെയാണ് പി.വി. അൻവർ മലക്കം മറിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു അല്ലെങ്കിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള കവർ ചിത്രം അദ്ദേഹം മാറ്റിയിരിക്കുന്നു. അതിന് പകരമായി പ്രവർത്തകർക്കൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ ഇട്ടിരുന്നത്. അതായത് ഇനി പ്രവർത്തകർക്കൊപ്പം ഇനി ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകും, മറ്റാരുടെ പിന്തുണ ഇല്ലെങ്കിലും താൻ ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് പി.വി. അൻവർ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ CPM-ലെ ഒരു വിഭാഗം പിന്തുണ നൽകിയെന്നുള്ള വാദം ശക്തമായി നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് P. ജയരാജനടക്കം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഫേസ്ബുക്കിലടക്കം തന്നെ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അപ്പോഴും ഈ സംഘടനാ സമ്മേളനങ്ങളിൽ പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും ചർച്ചയാകുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വമുള്ള നേതാക്കൾ തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ്, അടുത്ത ഘട്ടത്തിൽ ലോക്കൽ സമ്മേളനങ്ങളൊക്കെ കടക്കും. അപ്പോൾ സ്വാഭാവികമായും കുറെ കൂടി ഗൗരവമായ ചർച്ചയിലേക്ക് തന്നെയായിരിക്കും സംഘടനാ സമ്മേളനങ്ങൾ വരിക. സമാനമായ രീതിയിൽ അത്തരം വന്നാൽ ഇപ്പോഴുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ വരികയാണെങ്കിൽ കുറെ കൂടി വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് വരും. അതിനെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വം നേരിട്ട് മറുപടി പറയേണ്ട സാഹചര്യമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ സാധാരണഗതിയിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ളവരാണ് മറുപടി പറയുക. പക്ഷേ ലോക്കൽ സമ്മേളനങ്ങൾക്ക് വരുമ്പോൾ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന തലത്തിലുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം തന്നെ പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആളുകൾക്ക് മറുപടി പറയാതെ പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മുൻകരുതൽ CPM എടുത്തിട്ടുള്ളത്. മാത്രമല്ല, പി.വി. അൻവർ ഇങ്ങനെ ലക്കും ലഗാനുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷം വളരെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാട് CPM എടുക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ മുഖ്യമന്ത്രി ആരെങ്കിലും സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ പി.വി. അൻവറിനെ തള്ളിപ്പറഞ്ഞെന്ന ആക്ഷേപം കൂടി ശക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കവർ ചിത്രം അൻവർ മാറ്റിയിരിക്കുന്നത്. ഇനി പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ എന്നൊരു നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പി.വി. അൻവർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വപ്ന.